ഹലോ ഹായ് പെട്ടെന്നൊരു കേക്ക് കഴിക്കണം തോന്നിയ സിമ്പിളായിട്ട് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു ഈസി മഗ് കേക്കാണ് ഞാനിന്ന് തയ്യാറാക്കുന്നത്. ഓവൻ വേണ്ട, ബീറ്റർ വേണ്ട, എന്തിന് മുട്ട പോലും ആവശ്യമില്ല. എത്രയും പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഈ സിമ്പിൾ മഗ് കേക്ക് എങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം. ഞാൻ വിനീത. വെൽക്കം ബാക്ക് ടു വിനീസ്ഡൈൻ. ഈ കേക്ക് ഉണ്ടാക്കാൻ നമുക്കൊരു മിക്സിംഗ് ബൗളോ ബീറ്ററോ ഒന്നും ആവശ്യമില്ല. ഈ മഗ് കേക്ക് നമ്മൾ മഗ്ഗിൽ തന്നെയാണ് എല്ലാം മിക്സ് ചെയ്യുന്നത്. അപ്പോൾ ആദ്യം തന്നെ ഒരു 4 ടേബിൾ സ്പൂൺ മൈദ എടുത്തിരിക്കുകയാണ്. അതിനകത്തേക്ക് 1 ടേബിൾ സ്പൂൺ കൊക്കോ പൗഡറും കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. കൊക്കോ പൗഡർ ആഡ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ഒരു നുള്ളു ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി വേണ്ടത് 1/4 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും 1/4 ടീസ്പൂണിൻ്റെ പകുതി ബേക്കിംഗ് സോഡയും കൂടി ചേർത്ത് ഒരു ഫോർക്ക് വെച്ച് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. നന്നായിട്ട് മിക്സ് ആക്കണം. എല്ലാ ഭാഗത്തേക്കും ബേക്കിംഗ് പൗഡറും ബേക്കിംഗ് സോഡയും ഒക്കെ എത്തണം. അതുപോലെ തന്നെ കൊക്കോ പൗഡറും മൈദയും എല്ലാം നന്നായിട്ട് മിക്സായിട്ട് വരണം. ഇനി ഞാൻ ചേർക്കാൻ പോകുന്നത് ഒരു 4 ടേബിൾ സ്പൂൺ റൂം ടെമ്പറേച്ചറിലുള്ള പാലാണ്. ആ പാലിലേക്ക് ഞാൻ 2 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുത്തിട്ട് മിക്സാക്കി വെച്ചിരുന്നതാണ്. അല്ലെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ 2-2.5 ടേബിൾ സ്പൂൺ പൊടിച്ച പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ഞാൻ പഞ്ചസാര പൊടിച്ചില്ല, അതിന് പകരം പാലിലേക്ക് ചേർത്ത് ഒന്ന് മെൽറ്റാക്കി വെച്ചിരുന്നതാണ്. അപ്പോൾ അതാണ് ചേർത്ത് മിക്സ് ചെയ്ത് കൊടുക്കുന്നത്. നിങ്ങളുടെ മധുരത്തിനനുസരിച്ച് 3 ടേബിൾ സ്പൂൺ വരെ ചേർക്കാം കേട്ടോ. ഞാൻ 2 ടേബിൾ സ്പൂണേ ചേർക്കുന്നുള്ളൂ. എനിക്ക് ആ മധുരം മതിയാവും. നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഇത് 4ാമത്തെ ടേബിൾ സ്പൂൺ പാലും കൂടിയാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. ഇപ്പം നന്നായിട്ട് മിക്സാക്കി എടുക്കാം. വളരെ എളുപ്പം തന്നെ ഉണ്ടാക്കാവുന്ന ഒരു ചോക്ലേറ്റ് മഗ് കേക്കാണിത്. മുട്ട ആവശ്യമില്ല, മിക്സിംഗ് ബൗളോ ബീറ്ററോ ഒന്നും ആവശ്യമില്ലാതെ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റും. ഇനി അതിലേക്ക് 1 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിലാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. സൺഫ്ലവർ ഓയിലും കൂടി ചേർത്ത് കൊടുത്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. നിങ്ങൾക്ക് വേണമെങ്കിൽ മെൽറ്റഡ് ബട്ടർ വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം. 2 ടേബിൾ സ്പൂൺ വരെ ചേർക്കാം കേട്ടോ. ഞാൻ സൺഫ്ലവർ ഓയിലായ കാരണം ഞാൻ 1 ടേബിൾ സ്പൂണേ ചേർക്കുന്നുള്ളൂ. മെൽറ്റഡ് ബട്ടർ ആണെന്നുണ്ടെങ്കിൽ 2 ടേബിൾ സ്പൂൺ വരെ ചേർക്കാം, അല്ലെങ്കിൽ ഒരു 1.5 ടേബിൾ സ്പൂൺ ആയാലും മതി. ഇതൊന്നിപ്പോൾ നോക്കിക്കേ, നമുക്ക് ഒരു ഫ്ലോയിങ് കൺസിസ്റ്റൻസിയിൽ എത്തിയിട്ടുണ്ട്. അതോടൊപ്പം ഒരു 4 ഡ്രോപ്പ് വാനില എസൻസും കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. മിക്സ് ചെയ്യാം. ഇതെല്ലാം നന്നായിട്ട് മിക്സാക്കി എടുത്തതിന് ശേഷം ഇതാ നോക്ക്, നമ്മൾ സാധാരണ കേക്ക് ഉണ്ടാക്കുന്ന ആ ബാറ്ററിൻ്റെ ആ ഒരു കൺസിസ്റ്റൻസിയിലേക്ക് എത്തിയിട്ടുണ്ട്. ഇപ്പോൾ എല്ലാം നന്നായി മിക്സാക്കി എടുത്തു. ഇനി അതിലേക്ക് 1/4 ടീസ്പൂണിൻ്റെ പകുതി വിനീഗർ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അത് നമ്മൾ എല്ലാം മിക്സാക്കി വെച്ചതിന് ശേഷം ബേക്ക് ചെയ്യാൻ പോകുന്നതിൻ്റെ തൊട്ട് മുന്നേ ആഡ് ചെയ്ത് കൊടുത്താൽ മതി. എന്നിട്ട് വിനീഗർ ചേർത്തിട്ടും ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. എല്ലാ ഭാഗത്തേക്കും ആ വിനീഗറും കൂടെ എത്തുന്ന രീതിയിൽ ഒന്ന് മിക്സാക്കി എടുക്കണം. ഇപ്പോൾ ഇതാ ഞാൻ വിനീഗർ ചേർത്തൊന്ന് മിക്സ് ചെയ്തതാണ്. ഇപ്പോൾ എല്ലാം മിക്സാക്കി റെഡി ആയിട്ടുണ്ട്. ഇനി അതിൻ്റേക്ക് ഞാൻ കുറച്ച് ചോക്കോ ചിപ്സ് ഇട്ട് കൊടുക്കുകയാണ്, ചോക്ലേറ്റിൻ്റെ ചിപ്സ്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഡാർക്ക് കോമ്പൗണ്ട് ഗ്രേറ്റ് ചെയ്ത് ഇട്ട് കൊടുത്താലും മതി, അല്ലാന്നുണ്ടെങ്കിൽ ഡയറി മിൽക്കിൻ്റെ ചോക്ലേറ്റ് ആയാലും മതി. ഏതായാലും നിങ്ങളുടെ ഇഷ്ടം പോലെ ചെയ്യാം. ഇനി ഇതൊന്നും ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. ഇനി ഇത് നമുക്ക് ബേക്ക് ചെയ്തെടുക്കാം. ഞാനിവിടെ കുക്കറിലാണ് ഇത് ബേക്ക് ചെയ്യാൻ പോകുന്നത്. ഗ്യാസ് സ്റ്റോപ്പിൽ ഒരു 10 മിനിറ്റായി ലോ ഫ്ലെയിമിൽ ഞാൻ ഈ കുക്കർ പ്രീഹീറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. അതിലേക്ക് ഒരു ചെറിയ പ്ലേറ്റും കൂടെ വെച്ചിട്ടുണ്ട്. ഇപ്പോൾ കുക്കർ നല്ല ചൂടായി കിടക്കുകയാണ്. അപ്പോൾ ഇനി അതിലേക്ക് നമുക്ക് തയ്യാറാക്കി വെച്ചിരിക്കുന്ന കേക്ക് മിക്സ് വെച്ചിരിക്കുന്ന മഗ് നമുക്ക് ഇറക്കി വെച്ച് കൊടുക്കാം. ഇനി ഇത് അടച്ചു വെച്ച് ഒരു മീഡിയം ഫ്ലെയിമിൽ ഞാനൊരു 10 മിനിറ്റ് വയ്ക്കുകയാണ്. അതിനുശേഷം 10 മിനിറ്റിന് ശേഷം ഞാനിത് ലോ ഫ്ലെയിമിലേക്ക് മാറ്റി കൊടുത്തു.
അങ്ങനെ എനിക്ക് ടോട്ടൽ ഒരു 25 മിനിറ്റ് കൊണ്ട് ഈ കേക്ക് റെഡിയായി വന്നിട്ടുണ്ട്. അപ്പോൾ തന്നെ ഞാൻ എടുക്കുന്ന സമയത്ത് തന്നെ കുറച്ച് ചോക്ലേറ്റ് ചിപ്സും കൂടി അതിൻ്റെ മുകളിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഒന്ന് തണുത്ത് വരുമ്പോൾ ആ ചിപ്സൊക്കെ ഒന്ന് മെൽറ്റായി കഴിക്കാൻ നല്ല സോഫ്റ്റായിട്ടുണ്ടാവും. അങ്ങനെ ടേസ്റ്റി ആയിട്ടുള്ള നമ്മുടെ ചോക്ലേറ്റ് മഗ് കേക്ക് ഇവിടെ റെഡിയായി വന്നിരിക്കുകയാണ്. ഇത്ര സിമ്പിളായിട്ട് ഉണ്ടാക്കാം, എല്ലാവർക്കും ഉണ്ടാക്കാവുന്നതേ ഉള്ളൂ. കേക്ക് ഉണ്ടാക്കാൻ അറിയാൻ പാടില്ലാത്തവർക്ക് പോലും ഈ കേക്ക് ഈസി ആയിട്ട് ഉണ്ടാക്കിയെടുക്കാം. ഓവൻ വേണ്ട, ബീറ്റർ വേണ്ട, എന്തിന് മിക്സിംഗ് ബൗൾ പോലും ആവശ്യമില്ലാതെ നല്ല സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള ചോക്ലേറ്റ് കേക്ക് തയ്യാറാക്കിയെടുക്കാവുന്നതാണ്. ഞാൻ ഇത് നോക്കിക്ക് ആവി പറക്കുന്ന ചോക്ലേറ്റ് കേക്ക് ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കട്ടെ. അടിപൊളി ടേസ്റ്റാണ്, എന്തായാലും എല്ലാവർക്കും ഇഷ്ടമാകും. പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാവുന്ന ഈ ചോക്ലേറ്റ് കേക്ക് നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം, എന്തായാലും ഇഷ്ടമാകും. പറഞ്ഞറിയിക്കാൻ പറ്റാത്ത അത്രയ്ക്ക് സ്വാദാണ് കേട്ടോ. അത്രയ്ക്ക് സിമ്പിളായിട്ട് ഉണ്ടാക്കാവുന്ന ഒരു കേക്കുമാണിത്. അപ്പം നിങ്ങളെല്ലാവരും ഉണ്ടാക്കി നോക്കുക. വീണ്ടും നല്ല നല്ല വീഡിയോയുമായി കാണാം. Stay safe, stay happy. Bye bye.